ഇതിനൊക്കെ കണ്ടുകഴിഞ്ഞ വല്ല അറ്റാക്ക് വന്ന് ചവിട്ടോ. എന്നെ പേടിപ്പിക്കാൻ നോക്കിയതാ. ഒറിജിനലിനെ കണ്ടാൽ ഇനി കഴുത്തിലിടാവും. പാമ്പ് മാത്രല്ല കേട്ടോ, ഒരുപാട് സാധനങ്ങളുണ്ട്. കൈ വലിപ്പക്കുറവാണെങ്കിലും മൊത്തലുണ്ട്. അല്ല ഇന്ന് ഞാൻ എങ്ങോട്ടാ വന്നേന്ന് പറഞ്ഞില്ലല്ലേ, ആട്ടൂരുള്ള പൊന്ന അമ്പലത്തേക്ക്. പരിപാടികളൊക്കെ ഇന്നലെ കഴിഞ്ഞു. ഞാൻ അമ്മനത്ത് ചൊന്തത്തേക്ക് പൊങ്കാലയ്ക്ക് പോയി കഴിഞ്ഞു. അതുകൊണ്ട് ഇവിടെ പൂരത്തിന് കൂടാനൊന്നും പറ്റിയില്ല. പക്ഷെ നമ്മൾ ചെന്നപ്പോഴേക്കും യാളിയന്മാരെ എന്നെ കൊണ്ട് ഇവിടെ ഇറങ്ങിട്ടോ. എനിക്ക് രണ്ട് കഴിക്കണം എന്നൊന്നും എനിക്ക് പറയേണ്ട വന്നില്ല. എന്റെ തുമ്പി എനിക്ക് വേഗം തന്നു. എവിടെ ചെന്നാലും ഐസ്ക്രീം നിർബന്ധാട്ടം. ഞാൻ പുതിയൊരു കോമ്പിനേഷൻ കണ്ടുപിടിച്ചിട്ടുണ്ട്, കോളിഫ്ലവർ ഐസ്ക്രീമും കൂടി. ഞാൻ തള്ളണതൊന്നല്ല, നിങ്ങൾ ഇനി പോകുമ്പോ ഒന്ന് ട്രൈ ചെയ്തു. ഒരു വ്യത്യസ്തമായ ഫുഡിന് കഴിക്കാം. നമ്മുടെ തുമ്പന് പിന്നെ ഏത് കട കണ്ടാലും അവിടെ കയറി പോണം. ഇവിടെ ആറാട്ട് കഞ്ഞിന്ന് കൊണ്ട് ഒരു കഞ്ഞി കൊടുക്കുന്നുണ്ട് മോനെ, എന്ത് ടേസ്റ്റാന്നറിയോ. ഞാൻ വീട്ടിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ടാ വന്നു. ഇവിടെ എത്തി ഇത് കഴിച്ചിട്ടും മതിയാവണില്ല കേട്ടോ. എന്തായാലും എനിക്ക് ഇവിടുത്തെ കഞ്ഞി ഏറ്റവും അധികം ഇഷ്ടമായി. ഇത് കണ്ടപ്പോ പെട്ടെന്ന് എനിക്ക് പാറമേക്കാവിലെ കഞ്ഞിയാണ് ഓർമ്മ. ഇവിടെ എത്തിയപ്പോ 3 ആനകളും പിടിയാനകളായി. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കാഴ്ച കാണും. കുറച്ചങ്ങോട്ട് നടന്നപ്പോ ഇത് കണ്ടപ്പോ ഒന്ന് മേടിച്ചു നോക്കിയതാ. ഇത് മേടിക്കണ്ടായിരുന്നു പിന്നെയാണ് എനിക്ക് മനസ്സിലായി. ഞാനിവിടെ ഫ്ലൈറ്റ് ഇറക്കിയിട്ടുണ്ട്. നമുക്ക് യുദ്ധവും കാര്യങ്ങളൊന്നും ഇല്ല. എവിടേക്കാണെങ്കിൽ ആക്കിയത് ഒക്കെ എത്ര കുളം കണ്ടതാ. അവിടെ 6-7 പ്രാവശ്യം എറിഞ്ഞോലിക്ക് വരെ കിട്ടിയില്ല. ഇനി ആഗ്രഷ് വന്നത് അങ്ങോട്ട് തീർത്തില്ലേ. ഒറ്റെറിഞ്ഞ് 3 കുടം നിലത്ത് വീണു. അപ്പ കിട്ടിയ അവിടുത്തെ ഒരു മാസം റോളില് ആ ചേട്ടൻ പിന്നെ എന്നോട് നിർബന്ധിച്ചു അമ്മാനം കിട്ടിയ പൈസക്ക് കളിക്കും. അത്രയ്ക്കുള്ളതൊന്നും എനിക്കില്ല. കിട്ടിയ പൈസക്ക് ഐസ്ക്രീം മേടിക്കാനുള്ള പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇതിലൊക്കെ ഇവര് കയറിപ്പോ ഞാൻ ചിരിച്ചൊരു വഴിയായിട്ട് റബ്ബർ ബോൾ പോണ മാതിരി കൂക്കിയൊക്കെ പോണ്ടായി. ഇതിലിങ്ങനെ പിള്ളേരെ കയറ്റി വിട്ടിട്ട് പുറത്ത് നിൽക്കണത് നല്ല വെറുത്തന്നെയാണ് പൈസ. ഇതൊക്കെ കണ്ട് ചിരി നിർത്താൻ പറ്റുന്നില്ലല്ലോ ഭഗവാനെ എന്നാണ് ഞാൻ ആലോചിച്ചത്. എന്റെ വീഡിയോയിലേക്ക് ഇൻട്രോ എടുക്കണം എന്ന് പറഞ്ഞിട്ട് ചേച്ചിയുടെ മുടി ശരിയില്ല, ലിപ്സ്റ്റിക് ശരിയില്ല എന്ന് പറഞ്ഞിട്ട് ഒരു 10-15 ടേക്കാണ് ഞാൻ എടുത്തത്. ലാസ്റ്റ് നമ്മുടെ പിടിയാനയാൾക്ക് ഒരു പിടി പൊരി കൊടുക്കാന്നുള്ള പ്ലാൻ ഉണ്ടായി. പാപ്പാനത് സന്തോഷത്തോടെ മേടിച്ചങ്ങോട്ട് പൊട്ടിച്ചു കൊടുത്തുട്ടാ. ഇവളുടെ പേര് പാർവതി എന്നായിട്ടാ. അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഫോളോ ചെയ്യാ, ലൈക്ക് ചെയ്യുക. അപ്പൊ ബൈ ഫ്രം ഞാൻ തന്നെ.